ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് KSRTCയുടെ ഒരു കാലത്ത് ഗംഭീരമായിട്ട് ഓടിയിരുന്ന സ്കാനിയ ബസ്സുകൾ പൊളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പട്ടാമ്പിയിലാണുള്ളത്. പട്ടാമ്പിയിൽ ഒരു ലേലത്തിനടുത്താണ്. പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാരികൾ ലേലത്തിനടുത്ത് ഒരു വണ്ടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളെ പൊളിക്കുന്ന ഈ സ്ഥലത്തെ ഇവിടെ 5-6 വണ്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ അവർ ലേലത്തിനടുത്ത് തന്നെയാണ്. സ്കാനിയ ബസ്സുകളുണ്ട്, വോൾവോ ഉണ്ട്, പിന്നെ സാധാരണ ഓർഡിനറി ബസ്സുകളുണ്ട്. ഇതിങ്ങനെ പൊളിക്കുന്തോറും ഇങ്ങനെ വണ്ടിയിൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് 2-3 പണിക്കാരുണ്ട്. അവർ ഗ്യാസ് കട്ടർ സംവിധാനങ്ങൾ എല്ലാ പരിപാടികളും ഉണ്ട്. ഇങ്ങനെ പൊളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഗരുഡ മഹാരാജൻ വണ്ടികളാണ്. ഒരു കാലത്ത് ഗംഭീരമായിട്ട് ഓടിയിരുന്ന വണ്ടികൾ ഇപ്പം മണ്ണോട് ചേരാനുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കണം കേട്ടോ. അത് കണ്ടോ, കിടിലൻ സൂപ്പർ വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടി. ഈ സ്കാനിയ ബസ് എന്നൊക്കെ പറഞ്ഞാൽ ഇനോവ കാറിൽ പോണേക്കാളും സുഖമായിട്ട് പോകാൻ പറ്റും. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ തിരുവനന്തപുരത്തേക്കൊക്കെ. ഉഗ്രൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഉഗ്രൻ വണ്ടി. ഇതിപ്പോൾ അവരുടെ കാലാവധി പൂർത്തിയായി, വണ്ടി ആകെ പാട്ടയായി പൊളിഞ്ഞു. എന്താ ഇപ്പോൾ അവസാന നിമിഷങ്ങളാണ് കേട്ടോ വണ്ടിയുടെ. നമ്മുടെ ഈ പട്ടാമ്പി ഭാഗത്തെ വളരെയധികം സ്ക്രാപ്പ് വ്യാപാരികളുണ്ട് കേട്ടോ. ഇവിടെ കാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലം. അതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലും നിരവധി സ്ക്രാപ്പ് വ്യാപാരികളുണ്ട്. കുറച്ചു കാലം മുൻപ് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തകർന്നു വീണതും ഇവരുടെ സ്ക്രാപ്പായിട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. എന്ത് തരം സാധനമാണെങ്കിലും ഇവർ സ്ക്രാപ്പായിട്ട് എടുക്കും. അങ്ങനെ ഗംഭീര വ്യാപാരികളാണ് ഇവിടെ ഉള്ളത്. പുള്ളി മടങ്ങാണ്. RP 662. ഇനിയിപ്പോൾ എൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. KL 15A1425. സ്കാനിയ ബസ്സാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറി നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് എന്നുള്ളത്. ഫ്രണ്ട് ഡോറ് സൈഡിലേക്ക് തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്താണ്, സ്റ്റിയറിങ് ഇല്ല കേട്ടോ. സ്റ്റിയറിങ് അഴിച്ച് മാറ്റിയിരിക്കണം. സ്റ്റിയറിങ് നമുക്കിവിടെ കാണാനില്ല. ഗ്ലാസ്സൊക്കെ അഴിച്ച് മാറ്റിയിരിക്കണം. സീറ്റുകളും കംപ്ലീറ്റ് അഴിച്ച് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പരന്നിങ്ങനെ കിടക്കുകയാണ്. ഇതിപ്പോൾ പണിക്കാർ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ്. ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ടത്. അവർക്കുള്ള വെള്ളം, ഭക്ഷണ സാമഗ്രികൾ ഒക്കെ ഇവിടെ ഉണ്ട്. അവസാനത്തെ കുറച്ച് സീറ്റുകളിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ മുകളിൽ റാക്കാണ്. റിസർവ്ഡ് ഫോർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പണിക്കാരോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.